അസ്സലാമു അലൈക്കും. റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഞാൻ ബിരിയാണിക്ക് വേണ്ടി 2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വെള്ളം തുറന്ന് വെച്ചേക്കുക. 6 ഗ്ലാസ് ഇന്ത്യഗേറ്റിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 6 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞു വെച്ചേക്കുകയാണ്. അത് ഇറച്ചിക്കുള്ളതാണ്. 1 ബൗള് മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്, കറുവാപ്പട്ട, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത് നമ്മൾ റൈസ് വേവുമ്പം വെള്ളത്തിലിട്ട് വേവാനാണ്. പിന്നെ അത് നമ്മൾ നാരങ്ങ ചോറിലൊഴിക്കാൻ, പിഴിഞ്ഞൊഴിക്കാൻ. അത് ചോറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ പിഴിഞ്ഞൊഴിക്കാനായി നാരങ്ങ. ഞാനിവിടെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ദം ഇടുന്ന സമയത്ത് ലെയർ ഇടാൻ വേണ്ടിയാണ്. 1 തക്കാളി എടുത്തരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചോറിലിടാനാണ്. 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല 2 കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2 കുടം എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇറച്ചിക്കുള്ള തക്കാളി 3 തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് എടുത്തിട്ടുണ്ട്, ഒരു 4-5 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇറച്ചി പുരട്ടുമ്പോൾ അതിലേക്ക് ഒഴിച്ച് പുരട്ടാനാണ്. പാകത്തിന് ഉപ്പ്. പിന്നെ ഞാൻ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. എസൻസ്, പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഡാൽഡ. ഇറച്ചി കരപ്പ് വരട്ടാൻ വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഒരു മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇറച്ചിയിലേക്ക് ഇട്ടൊന്ന് പുരട്ടിയെടുക്കാം. പൊടികളെല്ലാം ഇട്ട് നമുക്ക് തൈരും പാകത്തിന് ഉപ്പും ഇടാം. നമ്മൾ 4 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഫുള്ളും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി അരമണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഇറച്ചി തയ്യാറാക്കാൻ കുക്കർ ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 6 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ആ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് 8 ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് 2 ജാതിപത്രിയും ബേ ലീഫും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് തക്കാളി ഇട്ട് കൊടുക്കാം. റൈസ് വേവാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ 1/4 പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഊറ്റിയാണ് എടുക്കാറ്. പറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം കുഴഞ്ഞു പോകും. അപ്പം ഊറ്റിയെടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആ പൊടികളെല്ലാം 1/4 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി. എന്നുവെച്ചാൽ നമ്മൾ ഇറച്ചിയിൽ അരപ്പുകളെല്ലാം പുരട്ടിയത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല.
പിന്നെ ഉള്ളിക്കൊക്കെ ഒരു ഇച്ചിരി കളർ വരാൻ വേണ്ടി നമ്മൾ ഇത്ര ഇട്ടെന്നേ ഉള്ളൂ. അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 8 വിസിൽ വരെ കേൾക്കാം. നല്ല വേവുള്ള ഇറച്ചിയാണെങ്കിൽ ഒരു 8 വിസിൽ, വേവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 6, 5-ലൊക്കെ നിർത്താം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരുന്ന ജാതിപത്രി, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കാം. ഈ പട്ടകളൊക്കെ ഇടുമ്പോൾ നമ്മളുടെ ബിരിയാണിക്ക് ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് നമ്മളിത് ഇടുന്നത്. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കഴുകി തോർത്തി വെച്ചിരുന്നതാണ്. നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇറച്ചി വേവുന്നുണ്ട്. മറ്റൊരടുപ്പിൽ നമ്മൾ ചോറ് വേകാൻ അരി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് മറ്റൊരടുപ്പിൽ പാൻ വെച്ച് നമുക്ക് കിസ്മിസും കാഷ്നട്ടും വറുത്തെടുക്കാം. നമുക്ക് കാഷ്നട്ടൊക്കെ വറുത്ത് വരാൻ വേണ്ടി 3 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ഞാൻ 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഡാൽഡയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് കൂടുന്തോറും നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റും കൂടും. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഇത്രയും നെയ്യും ഡാൽഡയും ഞാൻ ഒഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ളി വഴറ്റണം. പിന്നെ കാഷ്നട്ടും കിസ്മിസും നമുക്ക് വറുത്ത് കോരണം. പിന്നെ അത് പോയിട്ട് ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഒഴിച്ചതേ ഉള്ളൂ. പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. ബാലൻസ് ഉള്ളത് നമുക്ക് ബിരിയാണി ദമ്മിടുമ്പം ലെയറിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കാം. അരി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നമ്മളുടെ ചോറ് അങ്ങോട്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ ചോറ് ഊറ്റി എടുക്കുന്നതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഊറ്റാൻ. നമുക്ക് ചോറിന് ഉപ്പ് കുറഞ്ഞാൽ ടേസ്റ്റ് കുറയും. ഇനി നമുക്ക് 2 സ്പൂൺ റോസ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ്. അതില്ലെങ്കിലും നമുക്ക് ബിരിയാണി വെക്കാം. അത് നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചതേ ഉള്ളൂ. സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഈ പരുവത്തിന് നമുക്ക് കോരിയെടുക്കണം. ആ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാഷ്നട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കാം. ഈ ബ്രൗൺ നിറം ആവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. ഗാർണിഷ് ചെയ്യുമ്പോൾ നല്ല കളർഫുള്ളും ആയിരിക്കും. എല്ലാം നല്ല നിറമായിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ചോറ് വെന്തിട്ടുണ്ട്. നല്ല ഭയങ്കരമായിട്ട് അങ്ങ് വേവരുത്. നമ്മൾ ദമ്മും കൂടെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് വേവായി പോവും. അതുകൊണ്ട് ഒരു 3/4 ഭാഗം കഴിയുമ്പോൾ നമ്മൾ ഊറ്റി അങ്ങ് എടുക്കണം. അത് ഈ അളവിൽ നമുക്ക് വേവണം. നമുക്കത് കോരി
ഇടാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇറച്ചി നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ടുണ്ട്. ഒരു 2 സ്പൂണ് ഡാൽഡ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് നമ്മൾ നേരത്തെ വറുത്ത് കോരി ഉണ്ടായിരുന്നു, അത് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അല്ല ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമ്മളുടെ ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി മൊത്തം ഈ ഒരു ലെയറിൽ ഞാൻ ഇടുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് 2 ലെയർ ഇടാം, പക്ഷെ ഞാൻ ഒരു ലെയറിലായിട്ടാണ് ഈ ഇറച്ചി ഇട്ടിരിക്കുന്നത്. ഈ ഇറച്ചിയിൽ കാണുന്ന നമ്മുടെ ഈ ഇറച്ചിയുടെ അരപ്പ് കുഴപ്പമില്ല, എന്ന് വെച്ചാൽ നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് ഈ ഇറച്ചിയുടെ അരപ്പൊക്കെ അങ്ങ് പറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തോടെ ഇട്ടത്. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച സവാള ഇട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മസാലയ്ക്ക്. ഇനി നമുക്ക് ഈ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസ് 2 ലെയറായിട്ടാണ് ഇടുന്നത്. അതിൽ ഒരു ലെയർ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എസൻസും മഞ്ഞളും കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഒഴിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമുക്കിനി 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അടുത്ത റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് മസാല വേണമെങ്കിൽ ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ ലാസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. നമുക്കിനി മഞ്ഞളും എസൻസും കലക്കി വെച്ചിട്ടുള്ളത് ബാലൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിന് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും സവാളയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ഗരം മസാല നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരുന്ന നെയ്യ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ചെറിയ ദമ്മിൽ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ബിരിയാണി ദമ്മായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ എസൻസ് കലക്കുമ്പം 1 സ്പൂൺ എസൻസ് എടുക്കാവൂ. നമ്മൾ ഒരു 1/4 സ്പൂൺ ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ ആ എസൻസും മഞ്ഞൾപ്പൊടിയും ഒഴിക്കുന്നത്. എസൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ സ്മെല്ല് ഭയങ്കരമായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു ഡിഷുമായി കാണാം.
അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു ഡിഷുമായി കാണാം.